ലീഡർ നിയമനത്തിൽ നടന്നത് സ്വജനപക്ഷപാതമാണെന്ന് പി എ മുഹമ്മദ് റിയാസ് എം.എൽ.എ. നിയമനത്തിൽ വിമർശനം ഉന്നയിച്ച കെ.എസ്.യു നേതാക്കളെ കാണാൻ പോലും മുഖ്യമന്ത്രി കൂട്ടാക്കുന്നില്ല. കെ.എസ്.യു നേതാക്കൾക്കും കെ.പി.സി.സി സെക്രട്ടറിക്കും മുകളിലാണോ വിദ്വേഷ പ്രചാരകരുടെ സ്ഥാനമെന്നും മുഹമ്മദ് റിയാസ് കുറ്റപ്പെടുത്തി. കേരളത്തിലെ മുഖ്യമന്ത്രി ഇപ്പോൾ എടുക്കുന്നൊരു സമീപനം ഉന്നയിക്കപ്പെടുന്ന പ്രശ്നങ്ങളുടെ മെറിറ്റ് ഡീമെറിറ്റ് അഡ്രസ്സ് ചെയ്യാതെ വിഷയത്തിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യപ്പെടും. മത സാമുദായിക നേതാക്കന്മാർ മുഖ്യമന്ത്രിയെ കാണുന്നതിനെ എതിർത്തുകൊണ്ടൊന്നും ഞാൻ പരാമർശം നടത്തിയിട്ടില്ല. വിദ്വേഷ പ്രചാരകരെന്ന ബ്രാൻഡ് ചെയ്യപ്പെട്ട ആളുകളുണ്ട്. അവർക്ക് വെള്ളം പൂശാൻ വേണ്ടി ഒരു കാര്യമില്ലാതെ നമ്മുടെ അക്കൗണ്ടിൽ അതിന് മറുപടി പറഞ്ഞു എന്ന് മാത്രമായിട്ട് അതിനെ കാണാൻ വേണ്ടി പറ്റൂ. ഇത് സത്യപ്രതിജ്ഞ ലംഘനമല്ലേ? ഭീതിയോ പ്രീതിയോ സ്വജനപക്ഷപാതമോ ഒന്നുമില്ലാതെ നീതിക്ക് വേണ്ടി നിലകൊള്ളുമെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇവിടെ സത്യപ്രതിജ്ഞ ലംഘനം നടത്തിയിരിക്കുകയാണ്. പ്ലീഡർമാരെ തീരുമാനിക്കുന്നതിന് അഡ്വക്കേറ്റ് ജനറൽ കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം സംഘടനയുടെ ലെറ്റർ പാഡ് നോക്കി പ്ലീഡർമാരെ നിശ്ചയിക്കുന്നു എന്ന് പറയുന്നത് ഗൗരവമേറിയ പ്രശ്നമല്ലേ? എങ്ങനെയാണ് ABVPയുടെ നേതാവ്, BJPയുടെ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികൾ സർക്കാർ പ്ലീഡർ പട്ടികയിൽ വന്നത്? ഇത് ഞങ്ങളെ ബോധ്യപ്പെടുന്നത് പോയിട്ട് KSU ഉൾപ്പെടെ ഉള്ളവരെ ബോധ്യപ്പെടുത്താൻ പറ്റിയിട്ടില്ല. AK അഭിലാഷ് വിവരങ്ങളുമായി ചേരുകയാണ്. AK അഭിലാഷ്, സംഘപരിവാർ ബന്ധമുള്ള ആളെയാണ് പ്ലീഡറായി തിരഞ്ഞെടുത്തിരിക്കുന്നത്, കോൺഗ്രസുമായി ബന്ധമുള്ള ആളല്ല എന്ന രാഷ്ട്രീയ വിമർശനത്തിന് മറുപടി പറയുമ്പോഴാണ് മുഖ്യമന്ത്രി VD സതീശൻ അത് ലോയേഴ്സ് കോൺഗ്രസിന്റെ ലിസ്റ്റിൽ നിന്നാണ് എന്ന ഒരു കാര്യം പറഞ്ഞത്. അത് ശരിയുമാണ്. ആ ലിസ്റ്റ് അടക്കം പുറത്തേക്ക് വരികയും ചെയ്തു. പക്ഷെ അപ്പോഴാണ് ഈ നമ്മൾക്ക് നേരത്തെ ചൂണ്ടിക്കാണിച്ചൊരു കാര്യമാണ്, കീഴ്വഴക്കം ഇങ്ങനെയാണ് എങ്കിൽ പോലും ഇത് ഭരണഘടനാ ലംഘനമാണ്, അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി ഉന്നയിക്കുന്ന ലിസ്റ്റിൽ നിന്നല്ല പ്ലീഡർമാരെ തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളത്. അത് ഭരണഘടനാപരമായി തന്നെയുള്ള പ്രശ്നം എന്ന നിലയ്ക്ക് നിലനിൽക്കുന്നുമുണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ നേരത്തെ സംഘപരിവാർ ബന്ധമുള്ള ആളുകളെ ഈ പ്ലീഡർമാരായി നിയമിച്ചു എന്ന പരാതിയിൽ നിന്ന് ഭരണഘടനാ ലംഘനം എന്ന പരാതിയിലേക്ക് CPM മാറുന്നു. തീർച്ചയായിട്ടും ഗൗരവമുള്ള ഒരു പരാതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം നേരത്തെ ABP പ്രവർത്തകരെ പ്ലീഡറാക്കി എന്നടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. പക്ഷേ അന്ന് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് കൃത്യമായ മറുപടി കിട്ടിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ലോയേഴ്സ് കോൺഗ്രസിന്റെ ലെറ്റർ ഹെഡിൽ ഇത്തരത്തിലുള്ള പട്ടിക നൽകിയതടക്കം പുറത്തു വരുന്ന ഒരു സാഹചര്യത്തിലാണ് മുഹമ്മദ് റിയാസ് അതിരൂക്ഷമായ വിമർശനം മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിക്കുന്നത്. കാരണം സത്യപ്രതിജ്ഞ ലംഘനമാണ് ഇവിടെ നടന്നിരിക്കുന്നത്, സ്വജനപക്ഷപാതം ഇവിടെ വ്യക്തമായി നടന്നു കഴിഞ്ഞു എന്നാണ് അദ്ദേഹം പറയുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ കൃത്യമായ ഒരു മറുപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് വരണം. കാരണം ഇപ്പോൾ പല ചോദ്യങ്ങൾക്കും മുഖ്യമന്ത്രി വ്യതിചലിച്ച് ഉത്തരം നൽകാതെ പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. വിദ്വേഷ പ്രചാരകരായ ആളുകൾക്ക് സന്ദർശനം അനുവദിക്കുന്നു, അതേസമയത്ത് KSUവിൻ്റെയോ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെയോ നേതാക്കൾക്ക് അനുമതി നൽകാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു. വിമർശിക്കുന്ന ആളുകളെ കാണാൻ മുഖ്യമന്ത്രി തയ്യാറാവുന്നില്ല. ഇതെന്തുകൊണ്ടാണ്? അതേസമയത്ത് സംഘപരിവാറിന്റെ ആളുകളുമായി ചങ്ങാത്തത്തിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ അവരെ കാണാനും അവർക്ക് അവസരം ഒരുക്കാനും ഒക്കെ ശ്രമിക്കുന്നു എന്നാണ് മുഹമ്മദ് റിയാസ് വ്യക്തമാക്കുകയും ചെയ്തത്. അത്തരത്തിലുള്ള ആരോപണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടാകുന്നത്. ഏതായാലും മുഖ്യമന്ത്രി ഇക്കാര്യത്തിലൊക്കെ മറുപടി നൽകണം. നേരത്തെ മുസ്ലിം ലീഗും അതോടൊപ്പം തന്നെ സമസ്തയും ഈ പ്ലീഡർ നിയമനത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. അവർക്കുള്ള മറുപടി തന്റെ ചെലവിൽ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതല്ല വേണ്ടത്, കൃത്യമായ മറുപടിയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് വേണ്ടത് എന്ന് തന്നെയാണ് മുഹമ്മദ് റിയാസ് വ്യക്തമാക്കുകയും ചെയ്തത്. AK അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്.